നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് പൂക്കൃഷി, ബന്ദിപ്പൂ കൃഷി ചെയ്ത ഒരു തോട്ടത്തിലാണ്. നമ്മുടെ ചക്കുളം പഞ്ചായത്തിൽ 6-ാം വാർഡിൽ അക്കലാട്ട് ജോർജിയേട്ടൻ്റെ കൃഷിയിടത്തിലാണ്. മനോഹരമായ ഒരു ബന്ദിപ്പൂ കൃഷിത്തോട്ടമാണ്. അതിൻ്റെ വിളവെടുപ്പാണ് ഇന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TJ രാജപ്പൻ അവർ വിളവെടുപ്പ് നടത്തി. കൃഷി ഓഫീസർ, മറ്റ് ഉദ്യോഗസ്ഥന്മാർ, ജനപ്രതിനിധികൾ, മറ്റുള്ളവർ, കർഷകർ എല്ലാവരും അതിൽ എത്തിച്ചേരുകയും ചെയ്തു. കേരളത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ ഉത്പാദിപ്പിക്കുകയും പ്രത്യേകിച്ച് ചക്കോളം ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രദേശത്ത് തന്നെ ഉത്പാദിപ്പിക്കുകയാണ് നമുക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. ഇങ്ങനെ ഒരു കൃഷി വെളിയിലേക്ക് അല്ലെങ്കിൽ പൊതു ജനങ്ങളുടെ മുമ്പിലേക്ക് വരുവാണെങ്കിൽ ഇത്തരം പൂക്കൃഷിയിൽ ഒരുപാട് കൃഷിക്കാർ വരും എന്നത് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. മറ്റ് ചെറുമാരോട് സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റു പ്രദേശങ്ങളിലൊക്കെ കൃഷിക്ക് അനുയോജ്യമല്ലാത്ത തരത്തിലും വെള്ളത്തിൻ്റെ പ്രശ്നങ്ങൾ കാരണമൊക്കെ കൃഷി ചെയ്യാതെ ഒരുപാട് തരിശു ഭൂമികളും കണ്ടങ്ങളും ഒക്കെ കിടപ്പുണ്ട്. ആ നിലമൊക്കെ ഇത്തരം പൂക്കൃഷിക്ക് അതിൻ്റെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ രീതിയിൽ കൃഷിയോഗ്യമാക്കി അതിൻ്റെ വിളവെടുക്കുകയാണെങ്കിൽ ഒട്ടനവധി കൃഷിക്കാരെ നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരാൻ കഴിയും. അങ്ങനെ കൊണ്ടുവരുമ്പോൾ നമുക്ക് ഒരു കൊണ്ടും ഇങ്ങനെ ഒരു ആഗ്രഹം തോന്നുന്നതും ഇങ്ങനെ ഒരു പൂക്കൃഷി ചെയ്യാൻ ഒരു മനസ്സ് തോന്നിക്കുകയും ഒക്കെ ചെയ്തതിന് ചക്കോളം ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നു. ഈ പൂക്കൃഷിയുടെ വിളവെടുപ്പ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ഇടയ്ക്ക് എനിക്ക് ഈ രണ്ടെണ്ണം ഒരു കുറച്ച് ആണെങ്കിൽ രാവിലെ ഇവിടെ കിട്ടും. ഇവിടെ നിന്ന് രാവിലെ തന്നെ ഇത് ഉച്ചയ്ക്ക് മുമ്പ് ഇത് വെച്ച് തീർക്കാം. അങ്ങനെ ചെയ്താ ജൂൺ മാസം ചെയ്താ തൈയാണ് വരുന്നത് അല്ലേ? തയ്യാണ് വേണ്ടത്. തൈക്ക് വിലയാവും. നമ്മൾ അരിയായിട്ട് അങ്ങനെ അരി ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ക്ലിയർ ആകുകയെന്നാണ് പറഞ്ഞു. അവിടുത്തെ ഇത് തൈ മാത്രം കിട്ടിയാൽ അങ്ങനെ ഞാൻ തോന്നൽ വന്നതാ. അങ്ങനെ തീരുമാനം എടുത്തതാ. ഇവിടെ കുറച്ച് വെച്ചേക്കാമെന്നെങ്കിൽ ഞാൻ 1500 തൈ മേടിച്ചു വെച്ചു. ആദ്യമായിട്ട് നമ്മൾ പൂ പറിച്ചല്ലോ, ഇത് നമുക്ക് എങ്ങനെ മുതലാകുമെന്ന് തോന്നുന്നുണ്ടോ? അതിപ്പം ഇതിൻ്റെ വിപണമൊക്കെ അറിഞ്ഞാലേ ഉള്ളൂ. പൂക്കടയൊക്കെ ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് അവർ എടുത്തോളാമെന്ന് പറഞ്ഞു. പൂക്കാര എന്തെങ്കിലും ഉണ്ടെങ്കിലും എടുക്കാം, ഇല്ലെങ്കിൽ തമിഴ്നാട്ടിൽ കൊണ്ടു കൊടുക്കാം. തമിഴ്നാട്ടിൽ രണ്ടാഴ്ച കഴിയാണെങ്കിൽ ഇത്ര ഉണ്ടാവും. ഓണം ആകുമ്പോഴത്തേനും ഇത്രയും പൊക്കമാകും. ഇഷ്ടം പോലെ പൂവാ വന്നത്. ഈ ചെറിയ തണ്ടെന്ന് വരും. ചെറിയൊരു പദ്ധതിയുണ്ട്, മിഷന്റെ ഒരു പദ്ധതിയുണ്ട്. അത് ഉൾപ്പെടുത്തി നമുക്ക് ഇതിപ്പോ എത്ര മാസമായി ചേട്ടാ? രാവിലെ ഒരു 10 കിലോ മാത്രമല്ല, ഇത് 120 കിലോ. ഇനി കൊണ്ടുപോകും നമുക്ക് വല്ലതും നോക്കട്ടെ. ധൈര്യസമേതം മുന്നോട്ട് ഇറങ്ങിയ ജോർജേട്ടനെയും കുടുംബത്തിനെയും പ്രത്യേകം നന്ദിയോടെ സ്മരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ മീഡിയ പേഴ്സൺ, അതുപോലെ തന്നെ നമ്മുടെ മറ്റു കർഷക സുഹൃത്തുക്കൾ, നമ്മുടെ പാടശേഖരമൊക്കെ വെറുതെ എടുക്കുന്ന മേഖലയുണ്ട്. അപ്പോൾ പ്രത്യേകം പോലുള്ള ആൾക്കാരൊക്കെ നമ്മൾ വിളിച്ചിട്ടുണ്ട്. എന്തായാലും ചെയ്യാൻ പറ്റുന്ന മേഖലകളിൽ ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പൂവ് എടുക്കാനായിട്ട് സന്നദ്ധ കാണിച്ചു വന്നിട്ടുള്ള അദ്ദേഹം കുറച്ച് പൂ കൃഷി ചെയ്തിട്ടുണ്ട്. അമ്പലമേടാണ് അത്. മിക്കവാറും അടുത്ത ആഴ്ചയോടുകൂടി അത് വിളവെടുക്കാനായിട്ട് തയ്യാറാവും.
അപ്പം അതും കൂടി അദ്ദേഹത്തിനും കൂടി ഈ നന്ദിയോട് നയിച്ചുകൊണ്ട് ഈ പരിപാടി വൻ വിജയമാക്കിയ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയുടെ പൂച്ചെണ്ടുകൾ അർപ്പിക്കുകയാണ്. ജോയേട്ടൻ കുടുംബം വളരെ സന്തോഷത്തിലാണ് പൂക്കൃഷി ചെയ്ത് ആദ്യ വിൽപ്പന നടത്തി. ഇതുപോലെ നല്ല നല്ല വീഡിയോയുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുമ്പാകെ ഞാൻ എത്തുന്നതാണ്. എൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള നല്ല വീഡിയോയുമായി നിങ്ങളുടെ മുമ്പാകെ എത്തുവാൻ നിങ്ങളുടെയൊക്കെ ഓരോരുത്തരുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ. വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം. ഷോജി മാത്യു, അണക്കര.